ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വന്നാൽ അത് വൈകുന്നേരം കഴിക്കുമ്പം വലിയ ഇഷ്ടമുണ്ടാവില്ല. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇഡ്ഡലി ബാക്കി ഉണ്ടായാൽ ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഞാനിത് ഇഡ്ഡലിൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയതല്ല, ആവിയിൽ വലിയ പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചെടുത്ത ഇഡ്ഡലിയാണ്. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇഡ്ഡലി. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചാലും മതി. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കടുവും മൂത്ത് വരണം. ആ സമയത്ത് വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പം തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ക്യാപ്സിക്കം മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ, ഒരു സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത്, ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചതും, കുറച്ച് ചതച്ച വറ്റൽമുളക്, എരിവിനനുസരിച്ചിട്ട് ചതച്ച വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം. സവാളയുടെ കളറ് മാറി നല്ലൊരു സ്മെല്ല് വരണം, അതുവരെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഉള്ളിക്കും ക്യാപ്സിക്കത്തിനെല്ലാം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ നല്ലപോലെ മൂത്ത് കിട്ടും. സവാളയെല്ലാം നല്ലപോലെ മൂത്ത് വരും. സവാള മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് മുളക് പൊടിയുടെ പച്ചമണലൊന്ന് മാറി വരുന്ന ഇതുവരെ ഇളക്കി കൊടുത്ത ശേഷം മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയെല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച ഇഡ്ഡലി ചേർത്ത് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയിലെല്ലാം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ലപോലെ സോഫ്റ്റായി കിട്ടും. ഇഡ്ഡലിയെല്ലാം ഒന്ന് ചൂടായി നല്ല സോഫ്റ്റായി വരും. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കണം. നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ ഇത് കുറച്ച് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.